പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം നമ്മുടെ കർത്താവിന്റെ ജനനത്തോടെ പുതുയുഗ പിറവിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മെ രക്ഷയുടെ അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിലാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ വിശദമായ വിവരണം നൽകുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മറ്റു സുവിശേഷകരാരും പറയാത്ത ഈ വിശദ വിവരങ്ങൾ ലൂക്കായ്ക്ക് എവിടെ നിന്ന് കിട്ടി? പരിശുദ്ധ അമ്മയെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു കാണും, യേശുവിന്റെ പ്രിയ ശിഷ്യരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കാണും. അങ്ങനെ ലഭിക്കാവുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ച് യേശുവിന്റെ ജനനത്തെ വളരെ വിശദമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ലൂക്ക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള വിശദമായ വിവരണമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ആ വിവരണത്തിലേക്ക് പോകാം. 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്യൂരിനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അക്കാലത്ത് 12 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും നികുതി കൊടുക്കണം. അപ്പൊ സ്ത്രീകളുടെയും പേരെഴുതി ചേർക്കണം. പുരുഷന്മാരുടെ പേര് മാത്രമല്ല, നികുതി പിരിവിനായിട്ട് സ്ത്രീകളുടെ പേരും എഴുതി ചേർക്കണം. എന്നാൽ പട്ടാളത്തിലൊക്കെ ചേരുന്നതിന് അങ്ങൊരിക്കലും സ്ത്രീകളുടെ പേര് എഴുതിച്ചിരുന്നില്ല. പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. 2:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വിചിന്തനത്തിന് വിഷയമാക്കാം. ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം. ഈ ജനസംഖ്യയെടുപ്പ് നികുതി പിരിവിന് സഹായമാകാൻ വേണ്ടിയാണ്. ഇവിടെ ലൂക്ക ചെയ്യുന്നത് യേശുവിന്റെ ജനനത്തെ സീസറിനോടും റോമ സാമ്രാജ്യത്തോടും ലോക ജനതയോടും കൂടെ ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയാണ്. അങ്ങനെ യേശു ബെത്ലഹേമിൽ ജനിക്കാനിടയായി. മിക്ക പ്രവാചകന്റെ പുസ്തകം 5:1-2 വാക്യങ്ങളിൽ യേശു ബെത്ലഹേമിൽ ജനിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ദൈവഹിതം നിവർത്തിയാകാൻ ജനസംഖ്യയെടുപ്പിനുള്ള രാജകൽപ്പന, ദൈവം തന്റെ പദ്ധതി നിവർത്തിയാക്കാൻ, തന്റെ തിരുഹിതം നിറവേറ്റാൻ ചരിത്ര സംഭവങ്ങൾ മാർഗമാക്കുന്നു. ചരിത്ര സംഭവങ്ങളിലൂടെ ദൈവം ഇടപെടുന്നു. നമ്മുടെ ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ചരിത്രത്തിലും വ്യക്തി ജീവിതങ്ങളിലും ഇടപെടുന്ന ദൈവത്തിന്റെ ചിത്രം. ദൈവഹിതം നിറവേറ്റാൻ ദൈവം രാജാവിലൂടെ ഈ കൽപ്പന പുറപ്പെടുവിച്ചതാൽ രാജാവിനെ പ്രേരിപ്പിച്ചത് ദൈവമല്ലേ? രാജാവ് യഥാർത്ഥത്തിൽ നികുതി പിരിക്കാൻ സൗകര്യത്തിന് എല്ലാവരും നികുതി കൊടുക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനൊക്കെ ഇത് സഹായകമാകും. അതിനുവേണ്ടിയാണ് രാജാവ് ഈ കൽപ്പന പുറപ്പെടുവിച്ചത്. പക്ഷേ ദൈവം ലോക ജനത്തെ മുഴുവനും തന്റെ പുത്രനിൽ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു മാർഗമാക്കിയതിനെ മാറ്റി. ലോക ജനതയെ മുഴുവൻ യേശുവിനോട് ബന്ധിപ്പിക്കുവാനായുള്ള ദൈവിക ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടത്. അപ്പോ അഗസ്റ്റസ് സീസറിന്റെ കൽപ്പനയ്ക്ക് പുറകിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ദൈവത്തിന്റെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിക്കുന്നതും ജോസഫും മറിയവും ബെത്ലഹേമിലേക്ക് പോകുന്നതും. മനുഷ്യ ചരിത്രത്തിലൂടെയും
വ്യക്തി ജീവിതങ്ങളിലൂടെയും ദൈവം ഇടപെടുന്നത് നോക്കുക. അഗസ്റ്റസ് സീസറിന്റെ തീരുമാനത്തിന് പിന്നിൽ പോലും ദൈവം കയറി ഇടപെട്ടത്. ദൈവത്തിന്റെ ഇടപെടലാണ് അവനെ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ദൈവഹിതം നിറവേറണം. യേശുവിന് ബെത്ലഹേമിൽ ജനിക്കുവാൻ അവസരമൊരുങ്ങണം. അതാണ് ജോസഫ് ഗർഭിണിയായ മറിയത്തോടുകൂടെ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അങ്ങനെ യേശു ബെത്ലഹേമിൽ ജനിക്കാനിടയായി. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ആദ്യകാലത്തെ മാൻസ്ക്രിപ്റ്റില്, കയ്യെഴുത്ത് പ്രതികളിൽ അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, തന്റെ ഏകജാതനെ എന്നുകൂടെ കാണുന്നുണ്ട്. മറിയത്തിന്റെ ഏകജാതനാണ് യേശു. കടിഞ്ഞൂൽ പുത്രൻ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മക്കൾ ഉണ്ടാകാം. ആ കയ്യെഴുത്ത് പ്രതികളില് ഉണ്ടായിരുന്നത് അവൾക്ക് ഒരു പുത്രനേ ഉണ്ടായുള്ളൂ. തന്റെ കടിഞ്ഞൂൽ പുത്രനും ഏകജാതനുമാണ്. അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിൽ ആണ് യേശുവിനെ കിടത്തിയത്. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അതുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ കിടത്തേണ്ടി വന്നത്. പക്ഷേ ഇതിന് പിന്നിലും ദൈവത്തിന്റെ പരിപാലനയുണ്ട്. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അത് ദൈവ പരിപാലനയാണ്. ദൈവം അനുവദിക്കാത്തത് കൊണ്ടാണ് സത്രത്തിൽ സ്ഥലം ലഭിക്കാത്തത്. അതെന്താണെന്നറിയാമോ? വഴിപോക്കർക്ക് അന്തി ഉറങ്ങി പോകുവാനുള്ള ഇടമാണ് സത്രം. യേശു വഴിപോക്കനെ പോലെ വന്ന് പോകേണ്ടവനല്ല. അതുകൊണ്ട് അവൻ സത്രത്തിൽ ജനിച്ചാൽ പോരാ. സത്രത്തിലല്ല അവൻ ജനിക്കേണ്ടത്. പിന്നെയോ തൊഴുത്തിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തൊഴുത്തിനെ കുറിച്ച് പറയുന്നു. ഉടയവനെ അറിയാത്ത ജനത്തെ കുറിച്ച് പറയാൻ വേണ്ടി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ കാളയും കഴുതയും തങ്ങളുടെ തൊഴുത്തറിയുന്നു എന്ന് പറയുമ്പോൾ തങ്ങളുടെ ഇടം അറിയുന്നു, തങ്ങളുടെ വാസസ്ഥലം അവരറിയുന്നു, അവരുടെ യജമാനനെയും അറിയാം. പക്ഷെ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എന്റെ ജനം മനസ്സിലാക്കുന്നില്ല. യെശയ്യാ 1:3 പറഞ്ഞിരിക്കുന്ന ആ തൊഴുത്ത്, ദൈവത്തെ അവർ അറിയാത്തതിനോട് ബന്ധപ്പെടുത്തിയാണ് തൊഴുത്ത് പറഞ്ഞേക്കുന്നത്. കാളയും കഴുതയും തങ്ങളുടെ തൊഴുത്ത് അറിയുന്നു, പക്ഷെ ബുദ്ധിയും വിവേകവും അറിവുമുള്ള മനുഷ്യൻ അറിയുന്നില്ല. ഈ ദൈവിക അറിവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് ഇവിടെ തൊഴുത്ത് കാണപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ കാലിത്തൊഴുത്ത് രാജകൊട്ടാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 സാമുവേൽ 12:3, അതുപോലെ സങ്കീർത്തനം 50:9 ഇവിടെയൊക്കെ വീടിന്റെ ഭാഗമായിട്ട് തൊഴുത്ത് കാണുന്നു. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പഴയ നിയമ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ കാലിത്തൊഴുത്ത് രാജകൊട്ടാരത്തിന്റെ ഭാഗമായിരുന്നു. പഴയ നിയമ കാലത്ത് മാത്രമല്ല, ഭാരത പശ്ചാത്തലത്തിലെ മുൻകാലങ്ങൾ നോക്കുമ്പോൾ തൊഴുത്ത് വീടിന്റെ ഭാഗമാണ്. കേരളത്തിലെ പശ്ചാത്തലം നോക്കിയാലും ഒരു 10-40 വർഷം മുമ്പൊക്കെയുള്ള കാലം നോക്കിയാൽ വീടിന് തൊട്ടു മുന്നിലാണ് തൊഴുത്ത്. അതൊരു കുടുംബത്തിന്റെ പ്രൗഢിയുടെ അടയാളമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വീടിന് മുന്നില് ഒരു തൊഴുത്തും ഒരു കച്ചിത്തുറും ഉണ്ടെങ്കിൽ ആ കുടുംബം തറവാടിത്തമുള്ള കുടുംബമാണ്. ബൈബിളില് ശരിക്കും വീടിന്റെ മുൻവശത്തെന്നുള്ളതല്ല, വീടിന്റെ ഭാഗമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. 2 സാമുവേൽ 12:2-3 വാക്യങ്ങൾ. ധനവാന് വളരെയധികം ആടുമാടുകൾ ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടി അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി, അത് അവന്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവന്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു, അവന്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവന്റെ മടിയിൽ ഉറങ്ങി, അത് അവന് മകളെപ്പോലെ ആയിരുന്നു. ഇത് പറയുമ്പോൾ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു, അന്ന് കുടുംബങ്ങളിൽ ആടുമാടുകൾ വീടിനോട് ചേർന്ന് പാർപ്പിടം ഉണ്ടായിരുന്നു. അവ വീടിനുള്ളിൽ കയറി നടക്കുകയും കളിക്കുകയും മടിയിലിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആടുമാടുകള് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നല്ലോ ഇസ്രായേലിന്റെ പശ്ചാത്തലം നോക്കുമ്പോഴും. അപ്പൊ ഇതിൽ നിന്ന് കാലിത്തൊഴുത്തിൽ
ജനിച്ചു എന്ന് പറയുമ്പോൾ യേശു പുറമ്പോക്കിൽ വന്ന് ജനിച്ചു എന്നൊന്നുമല്ല അർത്ഥം. രാജകൊട്ടാരങ്ങളിൽ അവിഭാജ്യ ഘടകമായിരുന്നു കാലിത്തൊഴുത്ത്. അങ്ങനെയെങ്കിൽ യേശുവിന് ജനിക്കാൻ സത്രത്തിൽ സ്ഥലം കിട്ടിയില്ല, പിന്നെ തൊഴുത്താണ് കിട്ടിയത്, കാലിത്തൊഴുത്ത്. അത് നൽകുന്ന സന്ദേശം എന്താണ്? യേശു വഴിപോക്കനെ പോലെ വന്ന് ജനിച്ച് കടന്നു പോവുകയല്ല, തന്റെ ജനത്തിന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി തീർന്നു. അവൻ തന്റെ ജനജീവിതത്തിന്റെ അവിഭാജ്യ ഘടകം, നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി, നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമായി അവിടുന്ന് വന്നു പിറന്നു എന്നാണ് ഇതുവഴി മനസ്സിലാക്കേണ്ടത്. അതുപോലെ അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഇത് പലരും പറയും, മറിയം കീറ്റ് ശീലകൾ കീറ തുണികൾ കൊണ്ട് തന്റെ കുഞ്ഞിനെ പൊതിഞ്ഞെന്ന്. മറിയത്തിന്റെ ദാരിദ്ര്യം. പക്ഷെ പിള്ളക്കച്ചയുടെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. പിള്ളക്കച്ച രാജകുമാരന്മാരെ പരിചരിക്കുന്ന, പൊതിഞ്ഞ് പരിപാലിക്കുന്ന പട്ടുടുപ്പെന്ന് പറയാം. സോളമനെ പിള്ളക്കച്ചയിൽ പരിചരിച്ചു എന്നാണ് പറഞ്ഞത്. ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 4-5 വാക്യം. പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. ഞാൻ എന്ന് പറഞ്ഞേക്കുന്നത് സോളമനെ. തുടർന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു, രാജാക്കന്മാരുടെ എല്ലാവരുടെയും ജീവിതാരംഭം ഇങ്ങനെയാണ്. മറിയത്തിന് ബെത്ലഹേമില് ആ കാലിത്തൊഴുത്തില് ഈ പിള്ളക്കച്ച എവിടെന്ന് കിട്ടി? പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ അത്രയും ബുദ്ധിയും വിവേകവും ഒന്നും ഇല്ലാത്ത ഒരു കന്യകയല്ലായിരുന്നു. അവളുടെ സമയമായെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. മാത്രമല്ല, പരിശുദ്ധ അമ്മയ്ക്ക് തുന്നൽ നല്ല വശമായിരുന്നു. തന്റെ പുത്രൻ രാജകുമാരനാണ്, രാജാക്കന്മാരുടെ രാജാവാണ് എന്നൊക്കെ മാലാഖ മംഗളവാർത്തയുടെ സമയത്ത് അറിയിച്ചതിൽ നിന്നും മറിയത്തിന് മനസ്സിലായി. അവളുടെ ഉദരത്തിൽ വളരുന്ന ശിശു രാജാധിരാജനാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളക്കച്ചയിൽ അവനെ പരിചരിക്കുവാൻ വേണ്ടി രാജകുമാരന്മാരെ പരിചരിച്ചതുപോലെ തന്നെ പരിചരിക്കാൻ വേണ്ടി മറിയം തന്റെ കൈവശം പിള്ളക്കച്ച കരുതിയിരുന്നു. ലൂക്ക വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. വചനത്തിന്റെ അർത്ഥം നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കും. അത് ജനങ്ങളെ അങ്ങ് ധരിപ്പിക്കാൻ വേണ്ടി. പാവം മറിയത്തിന്റെ ദാരിദ്ര്യം. അവള് ദരിദ്രവാസിക്കല്ല ജന്മം കൊടുക്കുന്നത്, രാജാക്കന്മാരുടെ രാജൻ, സർവ്വലോകത്തിന്റെ അതിനാഥന് ജന്മം കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് തോന്നുന്ന അർത്ഥങ്ങൾ വചനത്തിൽ കുത്തിത്തിരികെ വെച്ചിട്ട് വ്യാഖ്യാനിക്കാൻ നോക്കും. അങ്ങനെ ചെയ്യരുത്. വിശുദ്ധ ലിഖിതങ്ങളിൽ അകത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇതിന്റെ അർത്ഥ തലങ്ങൾ കാണും. അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ വാക്കുകൾ ഇവിടെ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചേക്കുന്നത് എന്തർത്ഥത്തിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 ഗ്രന്ഥകാരന്മാരുണ്ടല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിന്. ഒന്ന് ദൈവം, 2 ദൈവം ആരെ കൊണ്ട് എഴുതിപ്പിച്ചോ ആ ഹ്യൂമൻ ഓതർ. ഡിവൈൻ ഓതർ ആൻഡ് ഹ്യൂമൻ ഓതർ. ഡിവൈൻ ഓതറും ഹ്യൂമൻ ഓതറും അർത്ഥമാക്കിയത് എന്താണെന്ന് നമ്മൾ പഠിച്ചും ധ്യാനിച്ചും അറിയണം. ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് വചനത്തിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അറിയാവുന്നവർ വ്യാഖ്യാനിച്ച് തന്നിട്ടുള്ളത് വെച്ച് അത് പഠിച്ച് മനസ്സിലാക്കണം. അത് ധ്യാനിച്ച് ഡിവൈൻ ഓർഡർ മീൻ ചെയ്തതും മനസ്സിലാക്കാൻ ശ്രമിക്കണം. സഭാ പിതാക്കന്മാർ ബൈബിളിന് ഈ സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ നൽകിയിട്ടുണ്ട്. ഡിവൈൻ ഓർഡർ മീൻ ചെയ്ത അർത്ഥം വെച്ചാണ് സഭാ പിതാക്കന്മാർ വചനത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. എന്നാൽ ആധുനിക ബൈബിൾ പണ്ഡിതർ ഹ്യൂമൻ ഓർഡർ മീൻ ചെയ്ത അർത്ഥം കണ്ടുപിടിക്കാനാണ് കൂടുതൽ പരിശ്രമിക്കുന്നത്. ഇത് രണ്ടും വേണം. ആധുനിക ബൈബിൾ വ്യാഖ്യാന രീതികൾ അനുസരിച്ച് വചനം വ്യാഖ്യാനിച്ച് തന്നിരിക്കുന്നത് മനസ്സിലാക്കി അതിന്റെ സ്പിരിച്വൽ മീനിങ്, അന്തരാർത്ഥം മനസ്സിലാക്കാൻ, ഡിവൈൻ ഓർഡർ മീൻ ചെയ്തത് മനസ്സിലാക്കാൻ സഭാ പിതാക്കന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിലും സഭയുടെ വ്യാഖ്യാനത്തിന്റെ വെളിച്ചത്തിലും നമ്മുടെ നിരന്തര ധ്യാനത്തിലൂടെയും വേദപുസ്തകം മുഴുവനായി ധ്യാന വിഷയമാക്കുമ്പോൾ പരസ്പരം ബന്ധപ്പെട്ട ബൈബിൾ വാക്യങ്ങളുടെ അന്തരാർത്ഥം വളരെ വ്യക്തമായി
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വചനം നിരന്തരം ധ്യാനിക്കണം. നാം അർത്ഥം മനസ്സിലാക്കിയിട്ട് ധ്യാനിക്കണം. 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുടെ അർത്ഥം ഏകദേശം വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2:8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാരെ അറിയിക്കുന്ന സംഭവമാണിത്. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ വചന ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെ? ഇതിന്റെ അന്തരാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? മാത്യുവിന്റെ സുവിശേഷത്തിൽ രക്ഷകൻ വന്ന് ജനിക്കുമ്പോൾ അറിയിപ്പ് കിട്ടിയത് ജ്ഞാനികൾക്ക്, രാജാക്കന്മാർക്കായിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ് കൊടുക്കുന്നത് ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരാണ്. ആടുകളുടെ സ്വന്തം ഉടമസ്ഥനല്ല, കൂലിക്ക് രാത്രി കാലങ്ങളിൽ വയലുകളിൽ ആടുകളെ കാവൽ ചെയ്ത് സംരക്ഷിക്കുന്നവർ. ഈ ദരിദ്രരായ പാവപ്പെട്ട ആട്ടിടയന്മാർക്കാണ് സർവ്വലോകത്തിന്റെയും രക്ഷകൻ വന്ന് ജനിക്കുമ്പോൾ അറിയിപ്പ് കിട്ടിയത്. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. ദൈവദൂതൻ വന്നപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചെങ്കിൽ ഇന്ന് പൊന്നുതമ്പുരാന്റെ വചനത്തിന് മുന്നിലിരിക്കുന്ന നമ്മുടെ മേൽ എത്ര അധികമായി ദൈവത്തിന്റെ മഹത്വം പ്രകാശിക്കണം. വചനത്തിന് മുന്നിൽ ധ്യാനപൂർവമായിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ദൈവ തേജസ് അവരുടെ മേൽ പ്രകാശിക്കും. നമുക്ക് വചനത്തിലൂടെ മാത്രമല്ല ഈ കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ പരിശുദ്ധ കുർബാനയിലൂടെ സാക്ഷാൽ യേശു മിശിഹായെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നിട്ടും അവിടുത്തെ മഹത്വം നമ്മളിൽ പ്രകാശിക്കാത്തത് എന്ത്? ദൈവ തേജസ് നമ്മളിൽ യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നുണ്ടോ? ദൈവ തേജസ് ആണോ അതോ സാത്താന്റെ അന്ധകാരമാണോ എന്റെ മുഖത്ത് നിഴലിക്കുന്നത്? പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, സുവിശേഷത്തിന്റെ ആനന്ദം ഉള്ളിലുള്ളവരുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും. 10-ാം വാക്യത്തിൽ പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് യേശു. 11-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ. യേശു രക്ഷകനാണ്, കർത്താവാണ്, ക്രിസ്തുവാണ്. നോക്കുക, യേശുവിന് കൊടുക്കുന്ന നാമം, ക്രിസ്റ്റോളജിക്കൽ ടൈറ്റിൽസ്, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് അവിടുന്ന് രക്ഷകനാണ്, കർത്താവാണ്, അവൻ അഭിഷിക്തനാണ്, ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇന്ന് എന്നതിന് വലിയ അർത്ഥമുണ്ട്. ടുഡേ ഓഫ് സാൽവേഷൻ, അതായത് രക്ഷയുടെ ഇന്ന്. രക്ഷ നമുക്ക് ഇന്ന് ഇവിടെ ഈ യേശുവിൽ സംജാതമായി. രക്ഷയുടെ നവയുഗം അവനിൽ ആരംഭിച്ചു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. 1:7 പറഞ്ഞത് ഇവിടെ അടയാളമായിട്ട് കൊടുത്തേക്കുന്നത്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആട്ടിടയന്മാർ സ്വർഗത്തിന്റെ സ്വരം ശ്രവിച്ചു, ദൈവദൂതന്മാരുടെ മഹത്വ കീർത്തനം ശ്രവിച്ചു. ഈ ആട്ടിടയന്മാർക്ക് കിട്ടിയ ഭാഗ്യമൊന്ന് നോക്കുക. ഇത് ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ അനുഭവമാകണം. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യാവതാര രഹസ്യത്തെ കുറിച്ച് ഓർക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? സഭയിലൂടെ
ഈ രഹസ്യത്തിൽ എല്ലാ ദിവസവും നമ്മൾ പങ്കുചേരുകയാണ്. സഭയിലൂടെ ഈ മനുഷ്യാവതാര രഹസ്യത്തിൽ നമ്മൾ എല്ലാ ദിവസവും പങ്കുചേരുന്നു. മലങ്കര ആരാധന ക്രമപ്രകാരം പരിശുദ്ധ കുർബാനയുടെ പരസ്യ ആരാധന ആരംഭിക്കുമ്പോൾ നിന്നെ പ്രസവിച്ച മറിയാമും എന്ന് പറഞ്ഞ് വൈദികൻ പ്രാർത്ഥന തുടങ്ങി നമ്മൾ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. ആ സന്ദർഭത്തിൽ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ദേവാലയത്തിലെ മറ നീക്കും. അപ്പോൾ യേശുവിന്റെ ജനനത്തിന്റെ ആ ഒരു അനുഭവമാണ് നമുക്ക് ദേവാലയത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ബലിപീഠം യേശു ജനിച്ച പുൽത്തൊട്ടിയ, ബെത്ലഹേമിലെ പുൽത്തൊട്ടി. നമുക്കാണല്ലോ സമയം ഇന്നലെ, ഇന്ന്, നാളെ എന്നൊക്കെ. സമയം കർത്താവ് ജനിച്ച ആ പുൽത്തൊട്ടിയും അതേ സമയം അവന്റെ കബറും കാൽവരിയിലെ യാഗവും എല്ലാമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ നാം അനുസ്മരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ മനുഷ്യാവതാര രഹസ്യത്തിൽ ഓരോ കുർബാനയിലും നമ്മൾ പങ്കുചേരുന്നു. ഒരു പ്രത്യേകത, യേശു ജനിക്കുന്നത് പുൽക്കൂട്ടിലോ കാലിത്തൊഴുത്തിലോ അല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ. യേശു ഓരോ ദിവസവും നവമായി നമ്മിൽ ജനിക്കുന്ന അനുഭവം. ആട്ടിടയന്മാരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം പ്രകാശിച്ചതുപോലെ നമ്മളിൽ ദൈവ തേജസ് പ്രകാശിക്കും. ഓരോ ദിവസവും യേശു നവമായി എന്നിൽ ജനിക്കണം, എന്നിലൂടെ യേശു വളരണം, എന്നിലൂടെ യേശു തന്റെ പ്രവൃത്തികൾ നിർവഹിക്കണം ഈ ലോകത്ത്. 15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രവിക്കാം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ഇതൊരു സംഭവമാണ്, മഹാസംഭവം. ദൈവം മനുഷ്യനായി പിറന്നു മനുഷ്യരുടെ ഇടയിൽ. ക്രിസ്തു സംഭവത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. അവർ മറ്റൊന്നും ചിന്തിച്ചില്ല. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അവർ ആടുകൾക്ക് എന്ത് സംഭവിച്ചെന്ന് ഓടിപ്പോയി ആടുകളെ നോക്കുകയല്ല ചെയ്തത്, അവർ കണ്ട കാര്യങ്ങൾ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. അവർ വിസ്മയഭരിതരായി. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. മലയാളത്തിൽ ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്, പക്ഷേ യഥാർത്ഥ അർത്ഥം അവൾ ഗാഠമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഇംഗ്ലീഷ് RSV ബൈബിളിൽ വിവർത്തനം ചെയ്തേക്കുന്നത് മേരി treasured it in her heart and pondered over it. അതായത് മറിയം അവയെല്ലാം ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ച് ഗാഠമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു. പോണ്ടറിംഗ്, കോണ്ടംപ്ലേഷൻ. യേശു ബെത്ലഹേമിൽ ജനിക്കണമെന്ന പ്രവാചക വചസ്സുകൾ നിറവേറി. ബെത്ലഹേമിൽ അപ്പത്തിന്റെ നാട്ടിൽ നമുക്കപ്പമായി തീരേണ്ടവനെ പുൽത്തൊട്ടിയിൽ കിടത്തി. മൃഗതുല്യരായ മനുഷ്യനാണ് അവൻ തന്നെ തന്നെ ജീവന്റെ അപ്പമായി നൽകുന്നത്. നമ്മൾ ദൈവ തേജസ് ഉപേക്ഷിച്ച് പാപത്തിന് അടിമകളായപ്പോൾ മൃഗതുല്യരായ നമ്മെ വീണ്ടെടുക്കാൻ, സാത്താന്റെ അടിമകളായ നമ്മെ വീണ്ടെടുക്കാൻ ദൈവകുമാരൻ കാലിത്തൊഴുത്തിൽ പിറന്നു അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി. പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഉന്നതത്തിൽ നിന്ന് താണിറങ്ങി വന്നത്. നമുക്ക് ജീവന്റെ അപ്പമാകേണ്ടവൻ അപ്പത്തിന്റെ നാട്ടിൽ വന്നു പിറന്ന് കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടു. 2:1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ അന്തരാർത്ഥം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കണം. ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ച് ഗാഠമായി ധ്യാനിക്കണം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.